ശ്വസനക്രിയ. കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക, കാലുകൾ അടുപ്പിച്ച് വെക്കുക, നീണ്ടു നിവർന്ന് കിടക്കുക. നന്നായി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും മേൽപോട്ട് ഉയർത്തി പുറകുവശത്ത് തറയിൽ കൊണ്ടുപോയി വെക്കുക. ശ്വാസം എടുത്തു കഴിയുമ്പോഴേക്കും കൈകൾ തറയിലെത്തിയിരിക്കണം. ശ്വാസം വിടുമ്പോൾ കൈകൾ രണ്ടും തിരികെ പൂർവ്വസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഇത് 3, 4, 5 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്യാം. ശ്വാസകോശ അറകളിലേക്ക് നന്നായിട്ട് വായുവിൻ്റെ പ്രവാഹമുണ്ടാകുവാൻ, ഓക്സിജൻ സപ്ലൈ ഇംപ്രൂവ് ചെയ്യുവാൻ ഇത് പര്യാപ്തമാണ്. പലപ്പോഴും നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ശ്വാസം എടുക്കുന്നില്ല. ഈ രീതിയിൽ നമ്മൾ ശ്വാസം ചെയ്യുമ്പോൾ വൈറ്റൽ കപ്പാസിറ്റി വർദ്ധിക്കുകയും ശ്വാസകോശ അറകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് തള്ളി കൂടുതൽ ഓക്സിജൻ സപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുവാൻ ഉപകരിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ഏകപാദ ഉത്തനാസന. കാലുകൾ രണ്ടും ചേർത്ത് വെക്കുക, കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് നല്ല മുകളിലേക്ക് ഉയർത്തുന്നു. ശ്വാസം എടുത്ത് കഴിയുമ്പോഴേക്കും കാലുകൾ മുകളിലെത്തിയിരിക്കണം. ശ്വാസം വിടുമ്പോൾ കാല് നേരെ താഴേക്ക് കൊണ്ടുവരിക. അതേപോലെ തന്നെ ഇടത് കാല് ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് ഇടത് കാല് മേൽപോട്ട് ഉയർത്തുക. ആവുന്നത്ര ഉയർത്തിയാൽ മതി, ബലം പ്രയോഗിച്ച് ഉയർത്തണ്ട. ശ്വാസം വിടുമ്പോൾ താഴേക്ക് കൊണ്ടുവരിക. കൈകൾ രണ്ടും നിലത്ത് അമർന്നിരിക്കണം. ഈ പ്രാക്ടീസും 3 പ്രാവശ്യം തൊട്ട് 5 പ്രാവശ്യം വരെ മാറി മാറി ചെയ്യാം. നട്ടെല്ലിൻ്റെ അടിഭാഗത്ത് പ്രശ്നങ്ങളുള്ളവർ, ഡിസ്ക് പ്രൊലാപ്സ്, നട്ടെല്ലിന് അകൽച്ചയുള്ളവർക്ക് ഇത് വളരെ സഹായകരമാണ്. നട്ടെല്ലിൻ്റെ വെർട്ടിബ്രയ്ക്ക് നന്നായിട്ട് ഫ്ലെക്സിബിലിറ്റി, നന്നായിട്ട് ലൂസാവുകയും അയവ് ലഭിക്കുകയും അതുകൊണ്ട് നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, നടുവേദനയുള്ളവർക്ക് വളരെ ആശ്വാസം പകരുന്നൊരു പ്രാക്ടീസാണ് ഈ ഏകപാദ ഉത്തനാസനം. അടുത്തതായിട്ട് 2 കാലുകളും ഒരുമിച്ച് ഉയർത്തുകയാണ്. ഇതിന് മേരുദണ്ഡാസനം എന്നാണ് പറയുക. മേരുദണ്ഡം എന്ന് പറഞ്ഞാൽ നട്ടലാണ്. ശ്വാസം വിടുമ്പോൾ താഴേക്ക് വരിക. ശ്വാസം എടുക്കുമ്പോൾ കാലുകൾ രണ്ടും മേൽപോട്ട് ഉയർത്തുക. കൈകൾ നിലത്ത് അമർത്തിയിരിക്കട്ടെ. ശ്വാസം എടുക്കുമ്പോൾ കാലുകൾ രണ്ടും മേൽപോട്ട് ഉയർത്തുക. ശ്വാസം വിടുമ്പോൾ താഴേക്ക് വരിക. മേരുദണ്ഡം എന്ന് പറഞ്ഞാൽ നട്ടലാണ്. അപ്പോൾ നട്ടലിന് നല്ല ബലവും ദൃഢതയും കൊടുക്കുന്ന ഒരു പ്രാക്ടീസാണ്. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ശ്വാസം എടുക്കുമ്പോൾ മേൽപോട്ട് ഉയർത്തുക. അതുപോലെ തന്നെ അടിവയറ്റിലെ മാംസപേശികൾക്കും ആന്തരിക അവയവങ്ങൾക്കും നല്ല പ്രയോജനപ്രദമാണ് ഈ വളരെ സിമ്പിളായ ഈ പരിശീലനം. ഇതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊരു സൈക്ലിംഗ് ആണ് നടത്തുന്നത്. സൈക്കിൾ ചവിട്ടുന്നത് പോലെ കാലുകൾ രണ്ടും മേൽപോട്ട് ഉയർത്തി ആദ്യം മുന്നോട്ടും പിന്നെ പിന്നോട്ടുമായിട്ട് പരിശീലിക്കുക. അപ്പോൾ കാലുകൾ ഹിപ്പിൻ്റെ ഭാഗത്തുള്ള ജോയിൻറ്റ്സ് ലൂസാകുക, കാലിൻ്റെ ജോയിൻറ്റ്സുകളും നെർവസിനും അയവ് ലഭിക്കുക. ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും കൂടെ ചെയ്തേ. സൈക്ലിംഗ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അതിനുശേഷം നമ്മൾ പവനമുക്താസനം ചെയ്യുകയാണ്. പവനമുക്താസനത്തിൽ നീണ്ടു നിവർന്ന് കിടക്കുക. നന്നായി ശ്വാസം എടുക്കുക. ശ്വാസം വിടുമ്പോൾ വലത് കാല് മുട്ടിൻ്റെ അടുത്തുനിന്ന് മടക്കുക. വലത് കാല് മുട്ടിൻ്റെ ഭാഗത്തുനിന്ന് മടക്കുക. കൈകൾ മുട്ടിൻ്റെ താഴെയായിട്ട് വെച്ച് ശ്വാസം എടുക്കുമ്പോൾ തല ഉയർത്തുക. കണ്ണടച്ചുകൊണ്ട് ബ്രീത്തിങ് ചെയ്യുക. ശ്വാസം വിടുമ്പോൾ തല താഴോട്ട് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് കാല് നിവർത്തുക. റിലാക്സ് ചെയ്യുക. ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുക. അതേപോലെ വീണ്ടും ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മടക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് തല താഴോട്ട് വെക്കുന്നു. ശ്വാസം എടുക്കുമ്പോൾ കാലുകൾ നിവർത്തുന്നു. റിലാക്സ് ചെയ്ത് ചെയ്യുന്നു. ഇത് നമ്മൾ ഓരോ കാലുകൊണ്ടും മാറി മാറി 2 or 3 പ്രാവശ്യം ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് ചെയ്യാവുന്നതാണ്. അടിവയറ്റിൽ വണ്ണം കൂടുതലുള്ളവർ, ഫാറ്റ് അക്യുമുലേറ്റ് ആയിട്ടുള്ളവർ, ഗ്യാസ്ട്രൈറ്റിസ് അങ്ങനെ പ്രശ്നങ്ങളുള്ളവർ ഒരു 5 പ്രാവശ്യമൊക്കെ മാറി മാറി ചെയ്യുക. അല്ലാത്തവർ 2 or 3 പ്രാവശ്യം ചെയ്താൽ മതിയാകും.
അതിനുശേഷം നമ്മൾ പവനമുക്താസനത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ 2 കാലും ഒരുമിച്ചാണ് ചെയ്യുന്നത്. 2 കാലും ഒരുമിച്ചാണ് മടക്കുന്നത്. ശ്വാസം വിട്ടുകൊണ്ട് മടക്കുക. ശ്വാസം എടുക്കുമ്പോൾ തല ഉയർത്തുക. അവിടെ തന്നെ ബ്രീത്തിങ് ചെയ്യുന്നു. ശ്വാസം വിടുമ്പോൾ തല താഴേക്ക് കൊണ്ടുവരുന്നു. ശ്വാസം എടുക്കുമ്പോൾ കാലുകൾ നിവർത്തുന്നു. കാലുകൾ നിവർത്തി റിലാക്സ്ഡ് ആയിട്ട് കിടക്കുന്നു. ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. ശ്വാസം വിടുമ്പോൾ കാല് മടക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തുക. അവിടെ ബ്രീത്തിങ് ചെയ്യുന്നു. ശ്വാസം വിടുമ്പോൾ താഴോട്ട് വരുന്നു. ശ്വാസം എടുക്കുമ്പോൾ കാല് നീട്ടുന്നു. പ്രാരംഭഘട്ടത്തിൽ നമ്മൾ മുകളിലേക്ക് തല ഉയർത്തി കാല് മടക്കി അവിടെ ശ്വാസം എടുത്ത് മുകളിലേക്ക് പോയി ശ്വാസം വിടുമ്പോൾ താഴോട്ട് വരുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നല്ല പരിശീലനമായതിനു ശേഷം നമുക്ക് തല ഉയർത്തി അവിടെ തന്നെ ശ്വാസോച്ഛ്വാസം ചെയ്യാം. 2, 3, 4, 5 പ്രാവശ്യം ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവിടെ ശ്വാസോച്ഛ്വാസം ചെയ്തതിന് ശേഷം തിരികെ വന്നാൽ മതി. അങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നെ പല പ്രാവശ്യം ആവർത്തിക്കേണ്ടതില്ല. അടുത്തതായി ഒരു സ്ട്രെച്ചിങ് പോസ്ചറാണ്. നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് വലതുകാല് മുകളിലേക്ക് ഉയർത്തുകയാണ്. പരമാവധി ഉയർത്തി കാലുകളുടെ വിരലിലോ കാലിൻ്റെ ആങ്കിളിലോ ആയിട്ട് പിടിക്കുക. തല ഉയർത്തുക. പരമാവധി നെറ്റി മുട്ടിനോട് അടുപ്പിക്കുക. അവിടെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. അതിനുശേഷം തല താഴേക്ക് കൊണ്ടുവരുന്നു. കാല് അതേപോലെ തന്നെ ഇടതുകാല് ഉയർത്തുന്നു. കൈകൾ കൊണ്ട് വിരലിലോ ആങ്കിളിലോ പിടിച്ച് തല ഉയർത്തുന്നു. പരമാവധി നെറ്റി കാലിൻ്റെ മുട്ടിനോട് അടുപ്പിക്കുന്നു. അതിനുശേഷം തിരികെ വരുന്നു. ഇങ്ങനെ ഓരോ കാലും മാറി മാറി 2, 3 പ്രാവശ്യം ചെയ്യുക.